ഇടുക്കി മറയൂരിൽ രാത്രി യാത്രക്കാരുടെ വഴിമുടക്കി നടു റോഡിൽ കാട്ടാന ഇറങ്ങി. ചിന്നാർ ഉദുമൽപേട്ട റോഡിലാണ് ഇന്നലെ രാത്രി 2 മണിക്കൂറോളം കാട്ടാന നിലയുറപ്പിച്ചത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. எங்க அங்கிருந்து லைட் அடிச்சு இங்க தள்ளி விட்டானுங்க யானைய. രാത്രി സമയമാണ്. ഏറെ നേരം തന്നെ കാട്ടാന റോഡിൽ നിലയുറപ്പിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ജെയിൻ എസ് രാജു നൽകും കൂടുതൽ വിവരങ്ങൾ. ജെയിൻ, മണിക്കൂറുകളോളം തന്നെ കാട്ടാന അവിടെ നിലയുറപ്പിച്ചു. മറയൂരിൽ പല തവണയായി കാട്ടാന ഇറങ്ങി. കാട്ടാന ശല്യം സ്ഥിരമുള്ള ഒരു മേഖല തന്നെയാണ്. 2.5 മണിക്കൂറിന് ശേഷം എങ്ങനെയാണ് പിന്നെ ഗതാഗതം സുഗമമായി നടന്നോ? കാട്ടാന കാട് കയറിയോ? ഹിമ, ഇത് ചിന്നാർ വന്യജീവി സങ്കേതത്തിനകത്തുകൂടി കടന്നു പോകുന്ന ഒരു അന്തർ സംസ്ഥാന പാതയാണ്. സ്ഥിരമായ വന്യജീവികളുടെ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ്. കഴിഞ്ഞ 2 ദിവസമായി അവിടെ പ്രദേശവാസികൾ 1.5 കൊമ്പൻ എന്ന് വിളിക്കുന്ന ഈ കാട്ടാന ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് റോഡിലേക്ക് ഈ കാട്ടാന എത്തുന്നത്. അതിനുശേഷം ഈ ആന ആ റോഡിൽ തന്നെ നിലയുറപ്പിച്ചു. റോഡിന്റെ അരികിൽ പുല്ലും അതോടൊപ്പം തന്നെ മറ്റു മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഒടിച്ചു കഴിക്കുകയും ഏതാണ്ട് 10 മണിക്ക് ശേഷമാണ് ആന റോഡിൽ നിന്ന് ഒരു വശത്തേക്ക് മാറിയത്. ഈ സമയം നൂറുകണക്കിന് വിനോദസഞ്ചാരികളുടെ അടക്കം വാഹനങ്ങളാണ് ഈ റോഡിൽ കുടുങ്ങിയത്. കാരണം ഈ ആന റോഡിൽ നിലയുറപ്പിച്ചതിനെ തുടർന്ന് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും അപകടകരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വീതി കുറഞ്ഞ റോഡ് കൂടിയാണ്. അപ്പോൾ ഹോൺ മുഴക്കുകയൊക്കെ ചെയ്തിട്ടും ഈ ആന മാറാൻ കൂട്ടാക്കിയില്ല. എന്നാൽ പ്രകോപിതനായില്ല എന്നുള്ളതും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് ആന റോഡിന്റെ ഒരു വശത്തേക്ക് സ്വയം മാറി നിൽക്കുന്നത്. അതിനുശേഷമാണ് ഈ സഞ്ചാരികളടക്കമുള്ളവരുടെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിഞ്ഞത്. ശരി, തീർച്ചയായും ഇടുക്കി മറയൂരിലെ കാട്ടാന റോഡിൽ നിലയുറപ്പിച്ചതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ജെയിൻ എസ് രാജു പങ്കുവച്ചത്. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു.